സ്വാഗതം ഗ്യാരണ്ടി സീരീസിലേക്ക്. തൃശ്ശൂർ തേക്കിൻകാട് മൈതാനിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നടത്തിയ പ്രസംഗത്തിൽ മോദിയുടെ ഗ്യാരണ്ടി എന്ന് വിശേഷിപ്പിച്ച പല സംഗതികളുണ്ടായിരുന്നു. അതിൽ ഇന്നെടുക്കുന്നത് ഇതാണ്. हमने प्रेगनेंसी लीव को बढ़ाकर 26 हफ्ते किया. इसे किसे संभव बना दिया? മോദിയുടെ ഗ്യാരണ്ടി. രാജ്യത്തെ സ്ത്രീകൾക്ക് 26 ആഴ്ച പ്രസവാവധി അനുവദിച്ചു. അത് മോദിയുടെ ഗ്യാരണ്ടിയാണ് എന്നാണ് അദ്ദേഹം അവകാശപ്പെട്ടത്. ഇത് കേട്ടാൽ തോന്നുക നരേന്ദ്രമോദി സർക്കാർ അധികാരത്തിൽ വരുന്നതിന് മുമ്പ് രാജ്യത്ത് തൊഴിലെടുക്കുന്ന സ്ത്രീകൾക്ക് അല്ലെങ്കിൽ ഏതെങ്കിലും സ്ഥാപനങ്ങളിൽ ജോലി ചെയ്യുന്ന സ്ത്രീകൾക്കൊന്നും പ്രസവാവധി ഉണ്ടായിരുന്നേയില്ല എന്നാണ്. എന്നാൽ സംഗതി അങ്ങനെയല്ല. രാജ്യത്ത് സർക്കാർ സർവീസിൽ ജോലി ചെയ്യുന്ന സ്ത്രീകൾക്ക് പ്രസവാവധി നേരത്തെ തന്നെ ഉണ്ടായിരുന്നു. 1961 മെറ്റേണിറ്റി ബെനിഫിറ്റ് ആക്ട് എന്ന ഒരു നിയമം നിലവിൽ വന്നു. അന്ന് രാജ്യത്തെ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റു ആയിരുന്നു. മെറ്റേണിറ്റി ബെനിഫിറ്റ് ആക്ട് പ്രകാരം റെക്കഗ്നൈസ്ഡ് ഓർഗനൈസേഷൻസ്, ഫാക്ടറികൾ, മൈനുകൾ, തോട്ടങ്ങൾ, ഷോപ്പ് ആൻഡ് എസ്റ്റാബ്ലിഷ്മെൻറ്റ് ആക്ടിന് കീഴിൽ പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങൾ, ഇവിടെയൊക്കെ തൊഴിലെടുക്കുന്ന സ്ത്രീകൾക്ക് പ്രസവാവധി അന്ന് തന്നെ അനുവദിച്ചിരുന്നു. 1961 മുതൽ തന്നെ അനുവദിച്ചിരുന്നു. 12 ആഴ്ചയായിരുന്നു അന്ന് നിയമപ്രകാരം അനുവദിച്ചിരുന്ന പ്രസവാവധി. ഇത് 26 ആഴ്ചയാക്കി നീട്ടി എന്നതാണ് ഗ്യാരണ്ടിക്ക് ആധാരം. അതായത് നിലവിൽ പ്രസവാവധി ഉണ്ടായിരുന്നു, അത് 12 ആഴ്ചയായിരുന്നു, അത് 26 ആഴ്ചയാക്കി നീട്ടി. അത് സംഗതി ശരിയാണ്. മെറ്റേണിറ്റി ബെനിഫിറ്റ് ആക്ട് 2017 ഭേദഗതി വരുത്തി. 2017 പാർലമെൻറ്റിൻ്റെ 2 സഭകളും അത് അംഗീകരിക്കുന്നത്. ആ ഭേദഗതി അനുസരിച്ചാണ് 26 ആഴ്ചയാക്കിയിട്ട് പ്രസവാവധി നീട്ടുന്നത്. അത് നോക്കുമ്പോൾ 2017 മാത്രമാണ് ഈ നിയമം ഭേദഗതി ചെയ്യുന്നത് എന്ന് വേണമെങ്കിൽ വിചാരിക്കാം. അങ്ങനെയല്ല. 1961 നിലവിൽ വന്ന ഈ മെറ്റേണിറ്റി ബെനിഫിറ്റ് ആക്ട് പല കുറി ഭേദഗതി ചെയ്യപ്പെട്ടിട്ടുണ്ട്. 2017 മുമ്പ് തന്നെ പല വ്യവസ്ഥകളും കൂട്ടിച്ചേർത്തു, പല ആനുകൂല്യങ്ങളും കൂട്ടിച്ചേർത്തു. അതിൻ്റെ തുടർച്ചയിലാണ് 2017 ഈ ഭേദഗതി വരുന്നത്. 26 ആഴ്ചയായിട്ട് അത് 12 ആഴ്ച ഉണ്ടായിരുന്ന പ്രത്യേകിച്ച് സ്വകാര്യ സ്ഥാപനങ്ങളിലെ മെറ്റേണിറ്റി ലീവ്, പ്രസവാവധി എന്നുള്ളത് 12 ആഴ്ചയായിരുന്നത് 26 ആഴ്ചയായി കൂട്ടി. അത് മാത്രമല്ല കേട്ടോ ആ നിയമ ഭേദഗതിയിൽ ചെയ്തത്. ഗർഭിണികൾക്ക് വേണമെങ്കിൽ വർക്ക് ഫ്രം ഹോം അനുവദിക്കാൻ വ്യവസ്ഥ ചെയ്തു. ഈ ജോലി ചെയ്യുന്ന സ്ത്രീകളുടെ കുട്ടികളെ സുരക്ഷിതമായി പാർപ്പിക്കുന്നതിന് ക്രഷ് സംവിധാനം, ഈ ക്രഷ് സംവിധാനം സ്വകാര്യ സ്ഥാപനങ്ങളിൽ ഉണ്ടാകണം എന്നുള്ളത് 2006 നിയമം മൂലം വ്യവസ്ഥ ചെയ്തതാണ്. 2006 അന്ന് 1ാം UPA സർക്കാരിൻ്റെ കാലമാണ്. അന്ന് വ്യവസ്ഥ ചെയ്തതാണ്. ആ ക്രഷുകൾക്ക് കുറെ കൂടെ നിലവാരം മെച്ചപ്പെടുത്തണം എന്നുള്ള വ്യവസ്ഥ കൂടി 2017 നിയമം ഭേദഗതി ചെയ്തപ്പോൾ കൂട്ടിച്ചേർത്തിട്ടുണ്ട്. ഇങ്ങനെ പല കാര്യങ്ങളും ചെയ്തിട്ടുണ്ട്. ചെയ്തതൊക്കെ ചെയ്തു തന്നെയാണ്. പക്ഷേ ഇത് മോദിയുടെ ഗ്യാരണ്ടിയാണോ എന്ന് ചോദിച്ചാൽ അല്ല എന്ന് പറയേണ്ടി വരും. രാജ്യത്ത് നിലവിൽ തന്നെ ഉണ്ടായിരുന്ന നിയമപ്രകാരം ജോലി ചെയ്യുന്ന സ്ത്രീകൾക്ക് അർഹമായിരുന്ന പ്രസവാവധി 12 ആഴ്ച എന്നുള്ളത് സ്വകാര്യ സ്ഥാപനങ്ങളിൽ 12 ആഴ്ച എന്നുണ്ടായിരുന്നത് അത് 26 ആഴ്ചയാക്കി വർദ്ധിപ്പിച്ചു എന്നുള്ളതാണ്. അത് എന്തോ ഇത് ആദ്യമായിട്ട് ഇതാ സംഭവിക്കുന്നു എന്നുള്ള മട്ടിൽ ഇത് മോദിയുടെ ഗ്യാരണ്ടിയാണ് എന്ന് പറയുന്നതിലാണ് പ്രശ്നം. ഇത് മാത്രമല്ല രാജ്യത്ത് സംഭവിച്ചിരിക്കുന്നത്. 2014 നരേന്ദ്രമോദി സർക്കാർ അധികാരത്തിൽ വരുന്നതിന് മുമ്പേ തന്നെ ഇതേ സംബന്ധിച്ചുള്ള ആലോചനകളൊക്കെ തുടങ്ങിയിട്ടുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ടത് 2006 കേന്ദ്ര ശമ്പള കമ്മീഷൻ്റെ ശുപാർശയായിരുന്നു. കേന്ദ്ര ശമ്പള കമ്മീഷൻ ശുപാർശ ചെയ്തത് കേന്ദ്ര സർവീസിൽ അതുവരെ പ്രസവാവധി 135 ദിവസമായിരുന്നു. അത് 180 ദിവസമാക്കണം എന്ന് 2008 6ാം ശമ്പള കമ്മീഷൻ ശുപാർശ ചെയ്തു. അതുമാത്രമല്ല ശമ്പള കമ്മീഷൻ ശുപാർശ ചെയ്തത് മെറ്റേണിറ്റി ലീവിന് പുറമെ 2 വർഷം ചൈൽഡ് കെയർ ലീവായിട്ട് കേന്ദ്ര സർവീസിലുള്ള ജീവനക്കാർക്ക് അനുവദിക്കണം എന്നും ശുപാർശ ചെയ്തു. ഈ 2 ശുപാർശകളും അന്നത്തെ കേന്ദ്ര സർക്കാർ, അതായത് 1ാം UPA സർക്കാർ, ഇടതുപക്ഷത്തിൻ്റെ കൂടെ പിന്തുണയോടുകൂടെ ഭരിച്ചിരുന്ന 1ാം UPA സർക്കാർ പല പ്രധാനപ്പെട്ട സാമൂഹ്യക്ഷേമ പദ്ധതികൾ, വിവരാവകാശ നിയമം പോലെയുള്ള സംഗതികൾ ഇതൊക്കെ പാസ്സാക്കിയത് 1ാം UPA സർക്കാരിൻ്റെ കാലത്താണ്. ആ UPA സർക്കാർ ഈ 2 ശുപാർശകളും അംഗീകരിച്ചു. അതായത് പ്രസവാവധി 135 ദിവസം എന്നുള്ളത് 180 ദിവസമായിട്ട് വർദ്ധിപ്പിക്കുക. കേന്ദ്ര സർവീസിലുള്ള ജീവനക്കാർക്ക് മാത്രമാണ് കേട്ടോ, മറ്റാളുകൾക്കല്ല. കേന്ദ്ര സർവീസിലും കേന്ദ്ര സർക്കാരിന് കീഴിലുള്ള പൊതുമേഖലാ സ്ഥാപനങ്ങളിലുമുള്ള ജീവനക്കാരുടെ കാര്യമാണ് പറയുന്നത്. അത് 135 ദിവസം എന്നുള്ളത് 180 ദിവസമായിട്ട് കൂട്ടുക. അതിന് പുറമെ 2 വർഷം ചൈൽഡ് കെയർ ലീവായിട്ട് അനുവദിക്കുക. ഈ ചൈൽഡ് കെയർ ലീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുട്ടി ജനിച്ച് 18 വയസ്സ് വരെ ആകുന്നതിനിടയ്ക്ക് പല ഘട്ടങ്ങളിലായിട്ട് എപ്പോഴാണോ ആവശ്യം അപ്പോൾ എടുക്കാവുന്ന വിധത്തിലാണ് ഈ ചൈൽഡ് കെയർ ലീവ് വിഭാവനം ചെയ്തിരിക്കുന്നത്. അത് 2008 ഇത് രണ്ടും നടപ്പാക്കിക്കൊണ്ട്, അതായത് 180 ദിവസമായി വർദ്ധിപ്പിച്ചുകൊണ്ടും ചൈൽഡ് കെയർ ലീവ് നടപ്പാക്കിക്കൊണ്ടുള്ള ഉത്തരവ് 2008 സെപ്റ്റംബർ 1
ഈ രാജ്യത്ത് പുറത്തിറങ്ങിയിട്ടുണ്ട്. അത് അന്ന് മുതൽ നടപ്പായിട്ടുമുണ്ട്. കേന്ദ്ര സർക്കാർ ഇങ്ങനെ ചൈൽഡ് കെയർ ലീവൊക്കെ അനുവദിച്ചപ്പോൾ രാജ്യത്തെ പല സംസ്ഥാനങ്ങളും സംസ്ഥാന സർക്കാർ സർവീസിലെ പ്രസവാവധി അതുവരെ പല സംസ്ഥാനങ്ങളിലും മിക്കവാറും സംസ്ഥാനങ്ങളിലൊക്കെ അത് ഏതാണ്ട് 6 മാസമായിരുന്നു. അത് പല സംസ്ഥാനങ്ങളും മാറ്റി. ചില സംസ്ഥാനങ്ങൾ 1 വർഷമായിട്ട് കൂട്ടി, ചില സംസ്ഥാനങ്ങൾ 9 മാസമായിട്ട് കൂട്ടി. അങ്ങനെ പല സംസ്ഥാനങ്ങളും പല നിലയ്ക്കുള്ള മാറ്റങ്ങൾ ഈ പ്രസവാവധിയുടെ കാര്യത്തിൽ വരുത്തി. എന്നുവെച്ചാൽ ജോലി ചെയ്യുന്ന സ്ത്രീകൾ അവരുടെ അവകാശങ്ങൾ സംരക്ഷിക്കപ്പെടുക, അവർക്ക് സ്വതന്ത്രമായി ജോലി ചെയ്യാനും അവരുടെ സാമ്പത്തിക സ്വാതന്ത്ര്യം നിലനിർത്താനും പാകത്തിലുള്ള അന്തരീക്ഷം സൃഷ്ടിക്കുക. ഇതൊക്കെയായിരുന്നു മെറ്റേണിറ്റി ബെനിഫിറ്റ് ആക്ട് 1961 പാസ്സാക്കുമ്പോൾ ഉണ്ടായിരുന്ന സങ്കല്പങ്ങൾ. അതിൻ്റെ കുറെ കൂടെ ഭേദപ്പെട്ട അവസ്ഥ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് 2008 ഈ തരം മാറ്റങ്ങൾ കൊണ്ടുവന്നത്. അപ്പോൾ ഇതൊക്കെ അന്ന് തന്നെ രാജ്യത്ത് നടപ്പായിട്ടുണ്ട്. അന്നൊന്നും പക്ഷേ ഇത് എൻ്റെ ഗ്യാരണ്ടിയാണ് എന്ന് മൻമോഹൻ സിംഗ് അവകാശപ്പെട്ടില്ല, ഞങ്ങളുടെ ഗ്യാരണ്ടിയാണ് എന്ന് അന്ന് അധികാരത്തിലിരുന്ന UPA സർക്കാർ അവകാശപ്പെട്ടിട്ടില്ല, ഞങ്ങളുടെ ഗ്യാരണ്ടിയാണ് എന്ന് UPAക്ക് നേതൃത്വം നൽകിയ കോൺഗ്രസും അവകാശപ്പെട്ടിട്ടില്ല. കാരണം ഇത് കാലത്തിനനുസരിച്ച് സാഹചര്യങ്ങളുണ്ടാകുന്ന മാറ്റങ്ങൾക്കനുസരിച്ച് രാജ്യത്തെ ജനവിഭാഗങ്ങൾക്ക് അനുവദിക്കേണ്ട സൗകര്യങ്ങൾ, അതേക്കുറിച്ചുള്ള ചിന്ത, അതിൻ്റെ തുടർച്ചയായിട്ടുണ്ടാകുന്ന നിയമനിർമ്മാണം, ഇതൊക്കെ ആയിട്ടാണ് കാര്യങ്ങൾ ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ മനസ്സിലാക്കിയിരുന്നത്. അതിൻ്റെ തുടർച്ചയിലാണ് സംസ്ഥാന സർക്കാരുകൾ ഇതൊക്കെ ചെയ്യുന്നത്. ഇപ്പോൾ തമിഴ്നാട് സർക്കാർ നേരത്തെ 6 മാസമായിട്ടുണ്ടായിരുന്നു 9 മാസമായിട്ട് മാറ്റി. രാജസ്ഥാൻ സർക്കാർ ഇപ്പോൾ 1 വർഷമാക്കി മാറ്റി. ഇതൊക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇത് ആരും എൻ്റെ ഗ്യാരണ്ടിയാണ് എന്ന് അവകാശപ്പെട്ടിട്ടില്ല. അപ്പോൾ ഇത് സ്വകാര്യ സ്ഥാപനങ്ങളിൽ 12 ആഴ്ചയായിരുന്ന പ്രസവാവധി 26 ആഴ്ചയാക്കി ഉയർത്തിയത് നല്ലത് തന്നെ. കാരണം ജോലി ചെയ്യുന്ന സ്ത്രീകൾക്ക് അതും പൂർണ്ണമായ ശമ്പളത്തോടു കൂടിയാണ് കേട്ടോ ഈ അവധി, അല്ലാതെ ശമ്പളരഹിതമായ അവധിയല്ല. 12 ആഴ്ച ഉണ്ടായിരുന്ന കാലത്തും പൂർണ്ണമായ ശമ്പളത്തോടുകൂടി തന്നെ ഉള്ള അവധിയായിരുന്നു. 26 ആഴ്ചയാക്കുമ്പോഴും പൂർണ്ണമായ ശമ്പളത്തോടു കൂടിയുള്ള അവധിയാണ്. ഇത് നടപ്പാക്കിയതിന് ശേഷം ഇതെന്തൊരു വിപ്ലവകരമായ മാറ്റമാണ് എന്നുള്ള മട്ടിൽ അത് ഗ്യാരണ്ടിയാണ് എന്നൊക്കെ അദ്ദേഹം പറയുമ്പോൾ ഇതെന്ത് ഇമ്പാക്റ്റാണ് നമ്മളുടെ ഗ്രൗണ്ട് ലെവലിൽ ഉണ്ടാക്കിയത് എന്നുള്ളത് സംബന്ധിച്ച് രാജ്യത്തെ പല മാധ്യമങ്ങളും സന്നദ്ധ സംഘടനകളും നോൺ ഗവൺമെൻറ്റൽ ഓർഗനൈസേഷൻസും ഒക്കെ ഇതിൻ്റെ ഇമ്പാക്റ്റ് എന്തായിരുന്നു, അതായത് 2017 ഈ നിയമം വന്നതിന് ശേഷം എന്ത് ഇമ്പാക്റ്റാണ് അത് ഗ്രൗണ്ടിൽ ഉണ്ടാക്കിയത് എന്നുള്ളതിനെക്കുറിച്ചുള്ള പഠനങ്ങൾ നടത്തിയിട്ടുണ്ട്. ഇപ്പോൾ എക്കണോമിക് ആൻഡ് പൊളിറ്റിക്കൽ വീക്കിലി വലിയൊരു അന്വേഷണം ഇതേക്കുറിച്ച് നടത്തി. അതുപോലെ VV ഗിരി ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന് പറയുന്ന ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ സോഷ്യൽ വെൽഫെയർ അവർ ഇതേക്കുറിച്ച് പഠനം, അങ്ങനെ പല സംഘടനകളും ഇതേക്കുറിച്ച് പഠനങ്ങൾ നടത്തി. എന്താണ് ഇതുകൊണ്ടുണ്ടായ ഇമ്പാക്റ്റ് എന്ന്. യഥാർത്ഥത്തിൽ സംഭവിച്ചത് ഈ 12 ആഴ്ച അവധി എന്നുള്ളത് 26 ആഴ്ചയാക്കി മാറ്റിയപ്പോൾ സ്വകാര്യ സ്ഥാപനങ്ങൾ ചെയ്തതെന്താണെന്ന് വെച്ചാൽ അവിവാഹിതരായ പെൺകുട്ടികളെ ജോലിക്കെടുക്കുന്നത് പരമാവധി ഒഴിവാക്കാനാണ് അവർ ശ്രമിച്ചത്. കാരണം അവിവാഹിതരായ പെൺകുട്ടികളെ ജോലിക്കെടുത്തു കഴിഞ്ഞാൽ അവർ വിവാഹം കഴിക്കും, പിന്നെ ഗർഭിണിയാവും, പ്രസവത്തിന് 26 ആഴ്ച വരെ പൂർണ്ണ ശമ്പളത്തോടുകൂടെ അവധി കൊടുക്കേണ്ടി വരും. അപ്പോൾ ആ നഷ്ടം ഒഴിവാക്കാൻ വേണ്ടി പരമാവധി അവിവാഹിതരായ പെൺകുട്ടികളെ ജോലിക്കെടുക്കാതിരുന്നാൽ, അല്ലെങ്കിൽ വിവാഹമൊക്കെ കഴിഞ്ഞ് പ്രസവമൊക്കെ കഴിഞ്ഞ സ്ത്രീകളെ ജോലിക്കെടുത്തു കഴിഞ്ഞാൽ ഈ ബാധ്യത ഒഴിവാകുമല്ലോ എന്നുള്ള ചിന്തയാണ് രാജ്യത്തെ സ്വകാര്യ സ്ഥാപനങ്ങളിൽ ഉണ്ടായത്. പല സ്ഥാപനങ്ങളും ആ നിലയ്ക്ക് ചിന്തിക്കാൻ തുടങ്ങി എന്നാണ് ഈ പറയുന്ന മാധ്യമങ്ങളും നോൺ ഗവൺമെൻറ്റൽ ഓർഗനൈസേഷൻസും ഒക്കെ നടത്തിയ പഠനത്തിൽ കണ്ടെത്തിയത്. അപ്പോൾ ഈ തീരുമാനം നല്ലതായിരിക്കെ തന്നെ യഥാർത്ഥ ഫലം എന്താണ് ഉണ്ടായത് എന്നുള്ളത് സംബന്ധിച്ചുള്ള വ്യത്യസ്തമായ ചിത്രങ്ങൾ നമ്മളുടെ മുമ്പിലുണ്ട്. അപ്പോൾ ഈ മോദിയുടെ ഗ്യാരണ്ടി എന്ന് പറഞ്ഞ് നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുന്ന ഇക്കാര്യത്തിൽ എന്താണ് ഗുണമുണ്ടായത് എന്നുള്ളത് ഇനിയും പരിശോധിക്കപ്പെടേണ്ട കാര്യമാണ്. അത് മാത്രമല്ല, നമ്മൾ ഇന്ത്യ മഹാരാജ്യത്തിൻ്റെ കാര്യം മാത്രമാണല്ലോ സംസാരിച്ചത്. ലോകത്ത് പല രാജ്യങ്ങളിലും ഈ പ്രസവാവധിയെ സംബന്ധിച്ച് പലതരത്തിലുള്ള കാഴ്ചപ്പാടുകളുണ്ട്, പലതരത്തിലുള്ള വ്യവസ്ഥകളുണ്ട്. അപ്പോൾ അമേരിക്ക എടുക്കുക. അമേരിക്കയിൽ ഇപ്പോഴും 12 ആഴ്ചയാണ് പ്രസവാവധി. നേരത്തെ 1961 മെറ്റേണിറ്റി ബെനിഫിറ്റ് ആക്ടിൽ ഇന്ത്യയിൽ എങ്ങനെയാണോ നിശ്ചയിച്ചിരുന്നത് 12 ആഴ്ച എന്നുള്ളത്, അതുപോലെ തന്നെയാണ് ഇപ്പോൾ അമേരിക്കയിൽ പ്രസവാവധി ഉള്ളത്. അതിനപ്പുറത്തേക്ക് അവർ പ്രസവാവധി നൽകുന്നില്ല. ചില രാജ്യങ്ങൾ മുഴുവൻ വേതനത്തോടുകൂടി തന്നെ അവധി നൽകുന്നുണ്ട്. ചില രാജ്യങ്ങൾ കൂടുതൽ അവധി അനുവദിക്കും, പക്ഷേ മുഴുവൻ വേതനത്തോടുകൂടി അവധി അനുവദിക്കുന്നത് പരിമിതപ്പെടുത്തും. ഇപ്പോൾ ഉദാഹരണത്തിന് ബ്രിട്ടനിൽ പ്രസവാവധി എന്ന് പറയുന്നത് 39 ആഴ്ചയാണ്. 39 ആഴ്ച നിങ്ങൾക്ക് പ്രസവത്തിന് വേണ്ടി അവധിയെടുക്കാം. തൊഴിലെടുക്കുന്ന സ്ത്രീകൾക്ക് പ്രസവത്തോടനുബന്ധിച്ച് 39 ആഴ്ച അവധിയെടുക്കാൻ കഴിയും. പക്ഷേ പൂർണ്ണമായ ശമ്പളത്തോടുകൂടി ആ അവധി അവെയിൽ ചെയ്യാൻ സാധിക്കുന്നത് 12 ആഴ്ചയും 1 ദിവസവും മാത്രമാണ്.
ബാക്കി സമയം 12 കഴിഞ്ഞ് 39 എത്ര ആഴ്ചയാണോ ബാക്കിയുള്ളത് ആ സമയം മുഴുവൻ ശമ്പളമില്ലാത്ത അവധിയായി. പക്ഷേ നിങ്ങൾ സർവീസിലുണ്ടാവും, നിങ്ങളുടെ ജോലി അത് ബാധിക്കില്ല, പക്ഷേ നിങ്ങൾ ശമ്പളം ഉണ്ടാവില്ല. ഇങ്ങനെ പല നിലയ്ക്കാണ് രാജ്യങ്ങൾ ഇതിനെ കൈകാര്യം ചെയ്യുന്നത്. അപ്പോൾ ഈ 12 ആഴ്ചയായിരുന്നത് 26 ആഴ്ചയാക്കി എന്ന് അവകാശപ്പെടുമ്പോൾ ഇതുവരെ ഇല്ലാതിരുന്ന എന്തോ ഒരു സൗജന്യം അല്ലെങ്കിൽ എന്തോ ഒരു ആനുകൂല്യം രാജ്യത്തെ സ്ത്രീകൾക്ക് കൊടുത്തു എന്നുള്ള മട്ടിലാണ് പ്രധാനമന്ത്രി അവകാശപ്പെടുന്നത്. അതിൻ്റെ ഒരു സംഗതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വ്യാജങ്ങളോ അർത്ഥസത്യങ്ങളോ പറയുക എന്നുള്ളത് ഈ പറയുന്ന BJP ഇതര സംഘപരിവാർ സംഘടനകൾ അതിൻ്റെ നേതാക്കൾ ഇവരുടെ ഒരു പതിവ് രീതിയാണ്. അതിൻ്റെ ഒരു തുടർച്ചയായിട്ട് വേണം നമ്മൾ ഈ മോദി ഗ്യാരണ്ടിയെ കാണാൻ. അദ്ദേഹം പറയുന്നത് സത്യമാണ്, പക്ഷേ അർത്ഥസത്യം മാത്രമാണ്. യാഥാർത്ഥ്യം എന്താണ് എന്ന് ജനങ്ങൾക്ക് മനസ്സിലാകാത്ത വിധത്തിൽ കാര്യങ്ങളെ അവതരിപ്പിക്കുകയാണ് അദ്ദേഹം ഈ വിഷയത്തിൽ തേക്കിൻകാട്ടെ പ്രസംഗത്തിൽ ചെയ്തത്. ആ ഗ്യാരണ്ടിയാണ് അദ്ദേഹം ജനങ്ങൾക്ക് നൽകിയത്.